വെയിറ്റ് നിങ്ങളൊരു സ്മാർട്ട് ഫോൺ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടോ? ഇപ്പോൾ അങ്ങനെയെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഈ ഒരു വീഡിയോ എങ്കിലും അറ്റ്ലീസ്റ്റ് കാണുന്നവരെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യും. കാരണം നിങ്ങൾ ഇപ്പോൾ ഒരു സ്മാർട്ട് ഫോൺ എടുത്തു കഴിഞ്ഞാൽ കിഡിലൻ സ്മാർട്ട് ഫോണുകളാണ് ഇത് ഈ ഒരു മാസത്തിൽ തന്നെ ഇനി ലോഞ്ച് ചെയ്യാനായിട്ടിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ എടുക്കുന്ന ആ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസിങ്ങിൽ തന്നെ അതിൽ നിന്നും അടിപൊളി സ്മാർട്ട് ഫോൺ ഒരുപക്ഷെ ഈ ഒരു മാസത്തിൽ തന്നെ ലോഞ്ച് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറയുന്നത്. എന്ത് തന്നെയാലും അത്തരത്തിൽ ഈ ഒരു ജൂലൈയിൽ ഇനി ഇറങ്ങാൻ പോകുന്ന ഏറ്റവും അടിപൊളിയായിട്ടുള്ള കുറച്ച് സ്മാർട്ട് ഫോണുകളുണ്ട്. അവ ഏതൊക്കെയാണ്? ഈ ഒരു ജൂൺ മാസം എന്ന് പറയുന്നത് പൊതുവെ സ്മാർട്ട് ഫോൺ രംഗത്ത് വളരെ ഒരു പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു. അധികം സ്മാർട്ട് ഫോണുകളൊന്നും തന്നെ ജൂണിൽ അങ്ങനെ ലോഞ്ച് ആയില്ല. പക്ഷേ ജൂലൈ കാര്യങ്ങൾ തിരിച്ചാണ്. നിരവധി സ്മാർട്ട് ഫോണുകളാണ് ഈ ഒരു ജൂലൈ മാസത്തിലേക്ക് ലോഞ്ച് ആകാനായിട്ടിരിക്കുന്നത്. ഞാൻ കണക്ക് നോക്കിയപ്പോൾ ഏകദേശം 10ഓളം സ്മാർട്ട് ഫോണുകൾ ഈ ഒരു ജൂലൈയുടെ ആദ്യത്തെ 3 ആഴ്ചക്കാലത്ത് തന്നെ ലോഞ്ച് ആകുന്നുണ്ട്. പിന്നത്തെ അവസാനത്തെ ആ ഒരു ആഴ്ചയുണ്ടല്ലോ, ആ ഒരാഴ്ച ഇനിയും പുതിയ ലോഞ്ചുകൾ ഒരുപക്ഷെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനകത്ത് ആദ്യം പറയേണ്ടത് ഇന്ന് ലോഞ്ച് ആകുന്ന സ്മാർട്ട് ഫോൺ. എനിക്ക് ഏറെ സ്പെഷ്യലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. നത്തിങ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ സബ് ബ്രാൻഡായിട്ടുള്ള CMF എന്ന് പറയുന്ന സബ് ബ്രാൻഡിൽ നിന്ന് വരുന്ന ആദ്യ സ്മാർട്ട് ഫോൺ CMF ഫോൺ 1 എന്ന പേരിലായിരിക്കും ഒരുപക്ഷെ ഈ ഒരു സ്മാർട്ട് ഫോൺ പുറത്തിറങ്ങുന്നത്. ഒരുപാട് പ്രത്യേകതകൾ ഒളിപ്പിച്ച് വെച്ചാണ് പലപ്പോഴും നത്തിങ് സ്മാർട്ട് ഫോണുകൾ പുറത്തിറങ്ങിയിരുന്നത്. നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് നത്തിങ് ഫോണുകൾ. അപ്പോൾ ഈ ഒരു CMF എന്ന് പറയുന്ന സബ് ബ്രാൻഡിൽ നിന്ന് നേരത്തെ 1-2 ഓഡിയോ പ്രോഡക്റ്റുകളും വാച്ചുകളും ഒക്കെ പുറത്തിറക്കിയിരുന്നു. എന്നാൽ അവരുടെ ആദ്യത്തെ സ്മാർട്ട് ഫോണാണ് ഈ പറയുന്നത് CMF ഫോൺ 1 എന്ന് പറയുന്ന ഫോൺ. ഈ ഒരു ഫോണിൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് അണ്ടർ 20,000 ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ 20,000 രൂപയിൽ താഴെ വില വരുന്നത് സ്മാർട്ട് ഫോണിൽ കാണുന്ന കാര്യങ്ങളല്ല ഇതിനകത്ത് നത്തിങ് എന്ന് പറയുന്ന ബ്രാൻഡ് സബ് ബ്രാൻഡായ CMFിലൂടെ കാണിച്ച് വെച്ചിരിക്കുന്നത്. അതായത് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാക്ക് പാനൽ നമുക്ക് ഈ ഊരി മാറ്റി പുതിയ ബാക്ക് പാനൽ സെറ്റ് ചെയ്യാൻ സാധിക്കുമെന്നൊക്കെയാണ് കേട്ടിരിക്കുന്നത്. അതായത് ഒരു ഫോണിൻ്റെ കേസ് മാറി പുതിയ കേസ് ഇടുന്നത് പോലെ ബാക്ക് പാനൽ നമുക്ക് ഊരി മാറ്റി പുതിയതിടാം. അതുപോലെ നമ്മൾ CMFിൻ്റെ തന്നെ നേരത്തെ കണ്ടിരുന്ന ഓഡിയോ പ്രോഡക്റ്റ് ആയിട്ടുള്ള നെക്ക് ബാൻഡിലെ കണ്ട പോലെ ഒരു റിംഗ് സെറ്റപ്പ് ഇതിൻ്റെ ബാക്കിൽ കാണുമെന്ന് കേൾക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ലാനിയാർഡ് കണക്ട് ചെയ്യാനായിട്ട്, അതായത് നമുക്ക് ഫോൺ ഇങ്ങനെ കഴുത്തിൽ വേണമെങ്കിൽ തൂക്കിയിടാൻ സാധിക്കും. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ലീക്കായിട്ടുള്ള ഇമേജസുകൾ കണ്ടപ്പോൾ മനസ്സിലായത്. എന്ത് തന്നെയാലും ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരുപക്ഷെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഒരുപക്ഷെ ഇന്ത്യയിൽ ലോഞ്ച് ആയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഈ ഒരു ഇന്നത്തെ ദിവസം തന്നെ എന്തായാലും അത് ലോഞ്ച് ആവുകയും ചെയ്യും എന്നുള്ളതാണ് പ്രത്യേകത. ഈ ഒരു ഫോണിൻ്റെ ബാക്കിൽ 2 ക്യാമറകളാണുള്ളത്. അതുപോലെ ഇതിൻ്റെ വില ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 20,000 രൂപയിൽ താഴെ ആയിരിക്കുമെന്നാണ് അറിയുന്നത്. ഈ ഒരു ഫോൺ 1നോടൊപ്പം തന്നെ CMF വാച്ച് 2 പ്രോയും അതുപോലെ ബഡ്സ് 2 പ്രോയും അവർ CMF എന്ന് പറയുന്ന സബ് ബ്രാൻഡ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന CMF വാച്ച് പ്രോയുടെ പിൻഗാമിയായിട്ട് ഇറക്കുന്ന വാച്ച് 2 പ്രോ ഒരു റൗണ്ട് ഷേപ്പിലാണ്. അപ്പോൾ വാച്ച് പ്രോ എന്ന് പറയുന്ന ഫസ്റ്റ് ജെൻ സ്ക്വയർ ഷേപ്പ് ആയിരുന്നെങ്കിൽ ഇത്തവണ അത് റൗണ്ട് ഷേപ്പിലേക്ക് മാറുന്നുണ്ട്. അതുപോലെ ബഡ്സ് 2 പ്രോയും ഈ ഒരു ഫോൺ 1നോടൊപ്പം തന്നെ CMF ലോഞ്ച് ചെയ്യുന്നുണ്ട്. CMF ഫോൺ 1ൻ്റെ അറിഞ്ഞിട്ടുള്ള സ്പെക്ക് എന്ന് പറയുന്നത് മീഡിയടെക്കിൻ്റെ ഡയമൻസിറ്റി 7300 എന്ന് പറയുന്ന പ്രോസസ്സർ, അതുപോലെ 6.67 ഇഞ്ചിൻ്റെ OLED ഡിസ്പ്ലേ, 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ്, അതുപോലെ ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ റൊട്ടേറ്റിംഗ് നോബ് ഇതിനകത്തുണ്ടാവും. 5000 mAh ബാറ്ററി, 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറൊക്കെ ആയിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എടുത്ത് പറയേണ്ട ഒരു കാര്യം, നത്തിങ് ഫോണിലൊക്കെ കണ്ട ആ ഒരു ഗ്ലിഫ് ഉണ്ടല്ലോ, ലൈറ്റ്, ആ ഒരു ഗ്ലിഫ്സ് ഇൻ്റർഫേസ് ഈ ഒരു CMF ഫോൺ 1ൽ ഉണ്ടാകില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോൺ ഗ്രീൻ കളറിലും ഓറഞ്ച് കളറിലും വരുന്നുണ്ട്. അത് രണ്ടും ഒരു വീഗൻ ലെതർ ഫിനിഷ് ആയിരിക്കും. അല്ലാതെ ബ്ലാക്കും ബ്ലൂ കളറിലും വരുന്നുണ്ട്. അതൊരു പ്ലാസ്റ്റിക് ഫിനിഷിലും ആയിരിക്കും വരുന്നത്. അണ്ടർ 20,000 ആയിരിക്കും. ഞാൻ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതും നത്തിങ്ങിൻ്റെ സബ് ബ്രാൻഡായിട്ടുള്ള CMFിൻ്റെ ആദ്യ ഫോണായിട്ടുള്ള ഫോൺ 1 തന്നെ ആയിരിക്കും. അത് കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ, അതായത് ജൂലൈ 9-ാം തീയതി ഒരു ജനകീയ സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നു. റെഡ്മി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ റെഡ്മി 13 5G എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ. നമുക്കറിയാം, ഞാൻ എന്തുകൊണ്ടാണ് ജനകീയ ഫോൺ എന്ന് പറഞ്ഞത്. എപ്പോഴും നേരത്തെയൊക്കെ ഇന്ത്യയിൽ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന ഒരു സ്മാർട്ട് ഫോണാണ് റെഡ്മിയുടെ നമ്പർ സീരീസ് ഫോണുകൾ. റെഡ്മി 13 5Gയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ പ്രൈസിങ് തന്നെയാണ്. 5G ഫോൺ, അതും 6GB റാമും 128GB ഇൻ്റർണൽ സ്റ്റോറേജുമായിട്ട് വരുന്ന ഫോണിന് 13,999 രൂപ വിലയാകുമെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. അപ്പോൾ 15,000 രൂപയിൽ താഴെയാണ് ഈ പറഞ്ഞ റെഡ്മി 13 5Gയുടെ പ്രത്യേകത. അതുപോലെ സ്നാപ്ഡ്രാഗൺ 4 Gen 2 AE എന്ന് പറയുന്ന ഒരു പ്രോസസ്സർ, 6.79 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേ, 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും ഒക്കെ ആയിട്ട് വരുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാക്ക് ഗ്ലാസ് ആണ്. അണ്ടർ 20,000 ഫോണുകൾ പോലും പലപ്പോഴും ഫോണിൻ്റെ ബാക്ക് ഗ്ലാസ് അങ്ങനെ കണ്ടുവരാറില്ല അധികം. ഈ നമ്മൾ പറഞ്ഞ CMF ഫോൺ 1ൻ്റെയും ബാക്ക് പ്ലാസ്റ്റിക് ആയിരുന്നു. പക്ഷേ ഇവിടെ 14,000 രൂപയിൽ താഴെ വന്നിട്ട് പോലും ഗ്ലാസ് ബാക്ക് വരുന്നു. 108 MB ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 5030 mAh ബാറ്ററി, 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഒക്കെ ആയിട്ടായിരിക്കും റെഡ്മി 13 5G എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ വരുന്നത്. അത് ഈ പറഞ്ഞ നാളെ, അതായത് ജൂലൈ 9-നാണ് അതിൻ്റെ ലോഞ്ച്. അടുത്തായിട്ടുള്ള ലോഞ്ച് എന്ന് പറയുന്നത് വെരി നെക്സ്റ്റ് ഡേ ജൂലൈ 10-ാം തീയതി ലോഞ്ച് ചെയ്യാൻ പോകുന്നു സാംസങ്ങിൻ്റെ 2 സ്മാർട്ട് ഫോണുകൾ, സാംസങ് C Flip 6ഉം സാംസങ് C Fold 6ഉം. അപ്പോൾ ഈ 2 ഫോണുകൾ സാംസങ് സത്യം പറഞ്ഞാൽ ഫോൾഡ് സീരീസിലും ഫ്ലിപ്പ് സീരീസിലും ഇപ്പോൾ ഒരു 6ാമത്തെ ജനറേഷൻ ഫോണാണ് ഇറക്കാൻ പോകുന്നതെങ്കിലും ഈ കഴിഞ്ഞ ജനറേഷനിൽ എങ്ങും തന്നെ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും വരുത്തുന്നില്ല എന്നുള്ളതൊരു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഫോൾഡ് 4ൽ നിന്ന് ഫോൾഡ് 5ലേക്ക് വന്നപ്പോഴുള്ള വ്യത്യാസം വളരെ മാർജിനിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ കാണുന്ന ലീക്കുകൾ വെച്ച് മനസ്സിലാക്കുമ്പോൾ ഈ ഒരു ഫോൾഡ് 5ൽ നിന്ന് ഫോൾഡ് 6ലേക്കും ഫ്ലിപ്പ് 5ൽ നിന്ന് ഫ്ലിപ്പ് 6ലേക്കും മാറുമ്പോഴും കാര്യമായിട്ടുള്ളൊരു വ്യത്യാസം വന്നിട്ടില്ല എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ആ ഒരു ഫ്ലിപ്പ് 6ൻ്റെ ആ ഒരു ക്യാമറ മൊഡ്യൂളിന് ചുറ്റുമുള്ള ഡിസ്പ്ലേ
ഡിസ്പ്ലേ ഏരിയയുടെ ആ ഒരു കട്ടൗട്ട് ഉണ്ട്, അതെങ്കിലും മാറുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. വരാൻ പോകുന്ന പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഫ്ലിപ്പ് 5 ഫോൾഡ് 5-ൽ സ്നാപ്ഡ്രാഗൺ 8 Gen 2 പ്രോസർ ആയിരുന്നെങ്കിൽ ഇവിടെ 8 Gen 3 ഫോർ ഗാലക്സി എന്ന് പറയുന്ന പ്രോസസർ അതിലേക്ക് മാറും. ഞാൻ ഒരു സാംസങ്ങിന്റെ C ഫോൾഡ് 5 റെഗുലറായിട്ട് യൂസ് ചെയ്ത ഒരാളാണ്, വളരെ ഇഷ്ടപ്പെട്ട ഫോണാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഫോൾഡ് 6 എനിക്ക് മേടിക്കണമെന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ഒരു മാർജിനൽ ചേഞ്ചസ് നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇത്തവണ കുറച്ചുകൂടെ ബാറ്ററി ലൈഫ് ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്, അത് എത്രയെന്ന് കൃത്യമായി പറയുന്നില്ല. അതുപോലെ കുറേ AI ഫീച്ചേഴ്സ് ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. 7 വർഷത്തെ OS അപ്ഡേറ്റും സെക്യൂരിറ്റി അപ്ഡേറ്റും സാംസങ് നൽകും. അതുപോലെ IP48 സർട്ടിഫിക്കേഷൻ ആദ്യമായിട്ട് ഫ്ലിപ്പ് ഫോൾഡ് ഫോണുകൾ വരുന്നു എന്നുള്ളതും ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2ന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാകും എന്നുള്ളതും പ്രത്യേകതയാണ്. അതുപോലെ ഡസ്റ്റ് റെസിസ്റ്റൻസ് ഒക്കെ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. ബിഗ്ഗർ കൂളിംഗ് സിസ്റ്റം ആണെന്ന് സാംസങ് പറയുന്നു. അതുപോലെ കുറച്ചുകൂടെ തിന്നറായി ലൈറ്ററായി എന്നാണ് പറയുന്നത്. കുറച്ചുകൂടെ ഡ്യൂറബിൾ ആയിട്ടുള്ള ഡിസ്പ്ലേയും ഫ്രെയിമുകളുമാണ് ഈ ഒരു ഫോൺ നൽകിയിരിക്കുന്നതെന്ന് പറഞ്ഞു. ഔട്ടർ ഡിസ്പ്ലേയുടെ സൈസ് അല്പം കൂട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ബെസൽ സിമെട്രിക്കലാക്കി എന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വളരെ അത് കേൾക്കുമ്പോൾ അറിയില്ലേ, വളരെ മാർജിനൽ ആയിട്ടുള്ള ചേഞ്ചസ് ആണ് ഈ പറയുന്ന ഫോൾഡ് 6-ലും ഫ്ലിപ്പ് 6-ലും വരാൻ പോകുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു ലോഞ്ചിനോടൊപ്പം തന്നെ സാംസങ് തങ്ങളുടെ വാച്ച് 7 സീരീസിൽ സ്മാർട്ട് വാച്ചുകൾ പുറത്തിറക്കുന്നു. വാച്ച് 7-ഉം അതുപോലെ വാച്ച് അൾട്ര എന്ന പേരിൽ ഒരു സ്മാർട്ട് വാച്ചും ഇത്തരത്തിൽ സാംസങ് പുറത്തിറക്കുന്നു. ഒരു കാര്യം പറയാനുണ്ട്, ആപ്പിൾ കൊണ്ടുവന്ന ആപ്പിൾ വാച്ച് അൾട്രയുടെ ഡിറ്റോ കോപ്പി അടിക്കാൻ പോകുന്ന ഒരു ശ്രമം നമുക്ക് വാച്ച് അൾട്രയുടെ ഫോട്ടോകൾ, സാംസങ്ങിൻ്റെതായിട്ടുള്ള ഫോട്ടോകൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് അതേ ഒരു ഡിസൈൻ ലാംഗ്വേജിലേക്ക് പോകാനുള്ള ഒരു ശ്രമം. അതുപോലെ തന്നെ ഗാലക്സി ബഡ്സ് 3 Pro എന്ന് പറയുന്ന ട്രൂ വയർലെസ് ഹെഡ്സെറ്റും സാംസങ് ഈ ഒരു ലോഞ്ചിനോടൊപ്പം പുറത്തിറക്കുന്നുണ്ട്. അതിൻ്റെയും ഡിസൈൻ ഈ പറഞ്ഞ പോലെ ആപ്പിളിനെ കോപ്പി അടിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു. ആപ്പിൾ എയർപോഡ് പ്രോയുടെയൊക്കെ ഒരു ഡിസൈൻ ലാംഗ്വേജിലേക്ക് മാറുന്നു. അടുത്തതായിട്ട് വരുന്ന ലോഞ്ച് എന്ന് പറയുന്നത് ജൂലൈ 15-ന് ഇറങ്ങാൻ പോകുന്ന iQൻ്റെതായിട്ടുള്ള ഒരു പുതിയ ഫോണാണ്. iQ C9 Lite എന്ന് പറയുന്ന പേരിൽ. നേരത്തെ തന്നെ C9 സീരീസിൽ iQ ഫോണുകൾ പുറത്തിറക്കി, ഇപ്പോൾ C9 Lite. അപ്പോൾ ആ ലൈറ്റ് സൂചിപ്പിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും C9 സീരീസിൽ ഇതുവരെ വന്നിട്ടുള്ള ഏറ്റവും സ്പെക്ക് കുറഞ്ഞ ഒരു ഫോണായിരിക്കും C9 Lite. വിലയും കുറഞ്ഞൊരു ഫോണായിരിക്കും. ഉറപ്പായിട്ടും വിവോയുടെ ഏതെങ്കിലും ഒരു ഫോണിൻ്റെ റീബ്രാൻഡഡ് ആയിരിക്കാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. അധികം സ്പെസിഫിക്കേഷൻ ഒന്നും ഇതുവരെ iQ പുറത്ത് വിട്ടിട്ടില്ല. എന്നാൽ 2 കളർ വേരിയന്റ് ഉണ്ട് എന്നുള്ള കാര്യമാണ് പ്രധാനമായിട്ടും പുറത്ത് വിട്ടിരിക്കുന്നത്. അക്വാ ഫ്ലോ അതുപോലെ മോക്ക ബ്രൗൺ എന്നീ 2 കളറുകളാണ് ഈ ഒരു ഫോൺ ഉണ്ടാകുമെന്ന് അറിയുന്നുണ്ട്. ആ മോക്ക ബ്രൗൺ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ കളർ. കാരണം ബ്രൗൺ കളർ വേരിയന്റിൽ അധികം ഫോണുകൾ വരാറില്ല ഇന്ത്യയിൽ. 2 ക്യാമറകളാണ് ഫോണിന്റെ ബാക്കിൽ ഉള്ളതെന്ന് അറിയുന്നു. ജൂലൈ 15-നാണ് iQ C9 Liteന്റെ ലോഞ്ച്. അടുത്ത 5ാമത്തെ ഫോണായിട്ട് ജൂലൈയിൽ വരാൻ പോകുന്ന അടുത്ത ഫോൺ എന്ന് പറയുന്നത് ജൂലൈ 16-ന് ലോഞ്ച് ചെയ്യാൻ പോകുന്ന OnePlusന്റെ Nord 4 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ്. ഡിസൈനിൽ ഒരുപാട് പ്രത്യേകതകളുമായിട്ടാണ് OnePlus Nord 4 വരാൻ പോകുന്നതെന്ന് മനസ്സിലാവുന്നു. അതായത് നമുക്കറിയാം പണ്ട് കാലത്തെ സ്മാർട്ട് ഫോണുകൾ ഇതുപോലെ പ്ലാസ്റ്റിക് ബാക്കും അതുപോലെ ഗ്ലാസ് ബാക്കും വീഗൻ ലെതറും ഒക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള സ്മാർട്ട് ഫോണുകളിൽ എൻ്റെ കയ്യിലിരുന്ന ഞാൻ പണ്ട് ഉപയോഗിച്ചിരുന്ന ഒരു ഫോണാണ് സ്മാർട്ടൺ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഫോൺ. എനിക്ക് ആദ്യമായി റിവ്യൂ ചെയ്യാൻ കിട്ടിയ ഒരു ഫോണാണ്. ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു ഫോണാണ്. ഇപ്പോഴും ഇത് ഓണാവും വർക്കാവും എന്നുള്ളതാണ് ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകത. ഈ ഫോണിൻ്റെ കാര്യം പറയാൻ കാര്യം ഇത് കണ്ട് ഫുള്ളി മെറ്റാലിക്കാണ് എന്ന് പറഞ്ഞ പോലെ ഈ ഒരു 5G കാലഘട്ടത്തിൽ ഒരു ഫുൾ ബോഡി മെറ്റാലിക് ഫോൺ വരുന്നു എന്നുള്ളതാണ് OnePlus Nord 4 എന്ന് പറയുന്ന ഫോണിൻ്റെ പ്രത്യേകതയായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെയും ചെറിയൊരു കോപ്പിയടി നമുക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ ഡിസൈനിൽ. നത്തിങ് ഫോൺ 2Aയിൽ നത്തിങ് ആദ്യമായി പരീക്ഷിച്ച ക്യാമറ മൊഡ്യൂൾ എടുത്ത് തിരിച്ചു വയ്ക്കുന്ന രീതി ഇവിടെ Nord 4-ലും അവർ കോപ്പി അടിച്ചിരിക്കുന്നതായിട്ട് വേണമെങ്കിൽ പറയേണ്ടി വരും. 7+ Gen 3 ആയിരിക്കും ഇതിൻ്റെ പ്രോസസർ എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ ഒരു ഫോണിൻ്റെ ലോഞ്ചിനോടൊപ്പം OnePlus Nord Buds Pro 3 എന്ന് പറയുന്ന ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റും അതുപോലെ OnePlus Watch 2 നേരത്തെ പുറത്തിറക്കി അതിൻ്റെ ലൈറ്റർ വെർഷൻ ആയിട്ടുള്ള OnePlus Watch 2R ലോഞ്ച് ചെയ്യുമെന്ന് കേൾക്കുന്നുണ്ട്. ഈ OnePlus Watch 2R ലോഞ്ച് ചെയ്യുന്നെങ്കിലും അതിനകത്തും വേറെ OS ആയിരിക്കും എന്നാണ് പ്രത്യേകത. അതുപോലെ OnePlus Pad 2 എന്ന ടാബ്ലറ്റും ഇത്തരത്തിൽ പുറത്തിറക്കുന്നു എന്നുള്ളതാണ് ജൂലൈ 16-ന് OnePlus ലോഞ്ച് ഇവന്റിന്റെ പ്രത്യേകത. അടുത്ത 6ാമത്തെ ഫോൺ എന്ന് പറയുന്നത് ജൂലൈ 18-ന് ഹോണർ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഫോണുകളാണ്. കാരണം ഹോണർ 200 സീരീസിൽ 2 ഫോണുകളായിരിക്കും ഉണ്ടാകുക എന്നാണ് അറിയുന്നത്. അതായത് ഹോണർ 200 പ്രോയും ഹോണർ 200ഉം. ഇതിന്റെ പ്രത്യേകത ഇന്ത്യയിൽ വീണ്ടും റീലോഞ്ച് ചെയ്തതിന് ശേഷം വന്ന ഫോണുകളിലൊക്കെ കണ്ടതുപോലുള്ള ഒരു ഫ്ലോട്ടിംഗ് ക്വാഡ് കാർവ്ഡ് ഡിസ്പ്ലേ ആയിരിക്കും എന്നാണ് അറിയുന്നത്. അതായത് ആപ്പിൾ വാച്ചിലൊക്കെ കാണുന്ന പോലെ 4 സൈഡും കാർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഹോണർ 200 സീരീസ് ഫോണുകൾ വരുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ പോർട്രേറ്റ് മാസ്റ്റർ എന്നാണ് ഹോണർ 200-നെ ഹോണർ എന്ന് പറയുന്ന ബ്രാൻഡ് വിശേഷിപ്പിക്കുന്നത്. അതായത് പോർട്രേറ്റ് ഫോട്ടോകൾ അതിമനോഹരമായിട്ട് എടുക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു. ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്, അതിൻ്റെ ഫോട്ടോകൾ കാണുമ്പോൾ വല്ലാതെ കണ്ണിൽ ഉടക്കുന്നത്. പൂർണ്ണമായിട്ട് ഒരു ബെസൽലെസ് ഡിസ്പ്ലേ ആണ് ഇതിന് നൽകിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ അറിവായിട്ടില്ല. ജൂലൈ 18-ന് എന്തായാലും ഹോണർ 200 സീരീസ് ലോഞ്ച് ആകും. അടുത്തതായിട്ട് 7ാമതായി ഈ ഒരു ജൂലൈ മാസത്തിൽ പുറത്തിറങ്ങുന്ന സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് മോട്ടറോളയുടെ ഭാഗത്ത് നിന്ന് ഒരു അടിപൊളി ഫോൺ വരുന്നു. സ്പെസിഫിക്കേഷൻ കേൾക്കുമ്പോൾ തന്നെ അറിയാം അതൊരു അടിപൊളി ഫോണാണെന്ന്.
മോട്ടോ G85 എന്ന് പറയുന്ന 5G സ്മാർട്ട് ഫോൺ. ഇതും ജൂലൈ 10-നാണ് ലോഞ്ച് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് കൊടുക്കുന്നത്. 3D കർവ്ഡ് ഡിസ്പ്ലേ, അതുപോലെ 10-bit POLED ഡിസ്പ്ലേ, 1600 നിറ്റ്സ് ബ്രൈറ്റ്നസ്, കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 5-ന്റെ പ്രൊട്ടക്ഷൻ, അങ്ങനെ എന്ന് വേണ്ട ഡിസ്പ്ലേയിൽ അടിപൊളിയായിട്ടുള്ള ഡിസ്പ്ലേ ആണ്. അതുപോലെ 50 MB OS ക്യാമറ, അതും സോണി LYT600 എന്ന് പറയുന്ന സെൻസർ, അതുപോലെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും ഒക്കെ ആയിട്ട് വരുന്ന ഈ മോട്ടോറോളയുടെ G85 ഈ പറഞ്ഞ ജൂലൈ 10-ന് ലോഞ്ച് ആകും. 8ാമത്തെ ഫോണായിട്ട് ജൂലൈയിൽ വരുന്നത് റിയൽമിയുടെ ഭാഗത്തു നിന്നാണ്. റിയൽമിയുടെ നമ്പർ സീരീസ് ഫോൺ റിയൽമി 13 Pro Plus. പക്ഷേ ഇതിന്റെ ജൂലൈയിലെ ലോഞ്ച് ഡേറ്റ് മാത്രമേ ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല. പക്ഷേ ജൂലൈയിൽ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ജൂലൈ ലാസ്റ്റ് വീക്ക് ആയിരിക്കാം ഞാൻ ഇതിന്റെ ഒരു പ്രതീക്ഷിക്കുന്ന ലോഞ്ച് ഡേറ്റ്. ഈ ഒരു ഫോണിന്റെ ആൾറെഡി ചില ഫോട്ടോകൾ ഇപ്പോൾ തന്നെ ഓൺലൈനിൽ ലീക്കായി. ആ ലീക്കായിട്ടുള്ള ഫോട്ടോകൾ കാണുമ്പോൾ ഈ ഒരു ഫോണിന്റെ ബാക്ക് ഒരു ട്രാൻസ്പെറന്റ് ഡിസൈൻ ആണെന്ന് കാണാം. പക്ഷേ അതെനിക്ക് തോന്നുന്നു ആ ലീക്കായ ഫോട്ടോകൾ എന്ന് പറയുന്നത് ഒരു ടെസ്റ്റിംഗ് ഫേസിലുള്ള ഒരു ഫോൺ മാത്രമാണ്. അതൊരു പക്ഷേ ഇന്ത്യയിലേക്കൊക്കെ വരുമ്പോൾ അതിന് കൃത്യമായിട്ട് ബാക്ക് കേസിംഗ് ഒക്കെ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ട്രാൻസ്പെറന്റ് ഫോൺ ആകാനുള്ള സാധ്യത കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ അതിന്റെ ക്യാമറയൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം അവരുടെ ഫാക്ടറി യൂണിറ്റ് ഒരെണ്ണം പുറത്ത് വന്നതാണ് ഈ പറഞ്ഞ ഓൺലൈനിലൊക്കെ പലരും കണ്ടിരിക്കുന്ന റിയൽമി 13 Pro Plus. അത് ഈ പറഞ്ഞ ട്രാൻസ്പെറന്റ് ഡിസൈനുമായിട്ടാണ് വന്നത്. പക്ഷേ അത് ട്രാൻസ്പെറന്റ് ഡിസൈൻ ആയതുകൊണ്ടാകാം കാണാൻ അതിമനോഹരമാണ്, കൊള്ളാം. ആ ഒരു ട്രാൻസ്പെറൻറ്റിൽ തന്നെ ഈ ഒരു ഫോൺ വന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഫോണിൻ്റെ ബാക്ക് കാണുമ്പോൾ 3 ക്യാമറകൾ ഉണ്ടെന്ന് അറിയാം. അതുപോലെ സോണി LYT701 എന്ന് പറയുന്ന സെൻസർ, 50, 50, 16 എന്നീ ക്യാമറ സെറ്റപ്പാണ് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതായത് ഈ പറഞ്ഞ പേരിനുള്ള 2 MP ബോക്കെ മാക്രോ അതൊന്നുമില്ല. ക്യാമറ സെറ്റപ്പ് അടിപൊളിയാണെന്ന് കാണുന്നു. ടെലിഫോട്ടോ സെൻസർ ഉണ്ട് എന്നുള്ളത് വലിയ കാര്യമാണ്. അതുപോലെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, 32 MP സെൽഫി ക്യാമറ ഒക്കെയാണ്. ഇപ്പോൾ തന്നെ ആൾറെഡി ഈ ഒരു ഫോണിനകത്തെടുത്ത ഫോട്ടോകൾ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും ഇതൊരു ക്യാമറ സെൻട്രിക് ആയ ഫോണാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കർവ്ഡ് ഡിസ്പ്ലേ ആണ്. അതുപോലെ സ്നാപ്ഡ്രാഗൺ 7S Gen 2 എന്ന് പറയുന്ന പ്രോസറുമായിട്ടായിരിക്കും ഈ ഒരു ഫോൺ വരുന്നത്. ലോഞ്ച് ഡേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൺഫേം ആയിട്ടില്ല. അടുത്തതായിട്ട് 9ാമതായി ഇന്ത്യയിൽ പുറത്തിറങ്ങുന്ന ഫോൺ, അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ജൂലൈ 9-നാണ് ഈ ഒരു ഫോൺ പുറത്തിറങ്ങുന്നത്. ടെക്നോ എന്ന് പറയുന്ന ബ്രാൻഡ് പുറത്തിറക്കുന്ന സ്പാർക്ക് 20 Pro 5G എന്ന് പറയുന്ന ഫോണാണ്. ഇത് 16GB RAM ആയിരിക്കും ഈ ഒരു ഫോണിനകത്ത് അവർ ഹൈലൈറ്റ് ചെയ്യുന്നത്. പക്ഷേ 16GB എന്ന് പറയുന്നത് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ 8GB + 8GB എക്സ്പാൻഡബിൾ മെമ്മറി ആയിരിക്കും. അങ്ങനെയായിരിക്കും ഒരു 16GB പറയുന്നത്. അതുപോലെ 256GB ഇന്റേണൽ സ്റ്റോറേജുമായിട്ട് വരുന്നു. 108 MB ക്യാമറ, മീഡിയടെക്കിന്റെ ഡയമൻസിറ്റി 6080 എന്ന് പറയുന്ന 5G പ്രോസസർ, 5000 mAh ബാറ്ററി, 33 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട്. ഇതുമായിട്ടാണ് ടെക്നോ സ്പാർക്ക് 20 Pro എന്ന് പറയുന്ന 5G ഫോൺ വരുന്നത്. ഞാൻ അതിനകത്തൊന്നും ഭയങ്കര എക്സൈറ്റഡ് ഒന്നും അല്ല. ആ ഒരു ഫോൺ പ്രൈസിങ് കേട്ടെങ്കിൽ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് കൃത്യമായിട്ട് പറയാൻ പറ്റും. അതുപോലെ ലാവയുടെ ഭാഗത്തു നിന്നും ഒരു ഫോൺ വരുന്നുണ്ട്. ലാവ ബ്ലേസ് X എന്ന് പറയുന്ന പേരിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഇതൊരു അല്പം എക്സൈറ്റഡ് ആണ്. കാരണം എപ്പോഴും ലാവയുടെ ഫോണുകൾ അഗ്രസീവായിട്ടുള്ള പ്രൈസിങ്ങിലാണ് വരുന്നത്. ഗൗതം ഗംഭീറാണ് ഇപ്പോൾ ഈ ഒരു ഫോണിന്റെ പുതിയ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് വരുന്നതെന്ന് ലാവ തന്നെ പുറത്തിറക്കിയ ചില ഫോട്ടോകളിൽ നിന്ന് മനസ്സിലാക്കാം. 120 ഹെഡ്സിന്റെ കർവ്ഡ് AMOLED ഡിസ്പ്ലേ, 64 MB ക്യാമറ, 32 MB സെൽഫി ക്യാമറ, 5000 mAh ബാറ്ററി, 33 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ്, ഗ്ലാസ് ബാക്കും ഒക്കെ ആയിട്ടാണ് വരുന്നത്. ഈ ഒരു ഫോണിന്റെ ലോഞ്ച് എന്ന് പറയുന്നത് ജൂലൈ 10-നാണ്. അപ്പോൾ ഇങ്ങനെ 10 ഫോണുകളാണ് ഈ ഒരു ജൂലൈയിൽ ആൾറെഡി കൺഫേംഡ് ആയിട്ട് ലോഞ്ചിന് വേണ്ടി തയ്യാറായിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഡേറ്റുകൾ നോക്കുമ്പോൾ തന്നെ ഏകദേശം ജൂലൈ 19 വരെയൊക്കെയുള്ള ഡേറ്റുകളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ജൂലൈ 19-ന് ശേഷവും ഇനിയും ഫോണുകൾ ലോഞ്ച് ചെയ്യാനുണ്ട്. ഈ ജൂലൈ 19 വരെയുള്ള ഡേറ്റുകളിലെ ലോഞ്ചാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് കൺഫേംഡ് ആയിട്ട്, അല്ലേ? അവിടെ തന്നെ 10 ഫോണുകൾ. അപ്പോൾ ജൂലൈ 19 കഴിഞ്ഞും ഫോണുകൾ ലോഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെ പോയാലും എനിക്ക് തോന്നുന്നു ഈ ഒരു മാസം ഒരു 10-15 ഫോണെങ്കിലും ലോഞ്ച് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചാടി കയറി ഇപ്പോൾ ഫോൺ എടുക്കേണ്ട. ഈ പറഞ്ഞ ഒരു മിനിമം 10 ഫോണുകളെങ്കിലും വരട്ടെ, അല്ലേ? അതിൽ ഏതെങ്കിലും ഒരു നല്ല ഫോൺ നിങ്ങൾക്ക് വീണ്ടും സെലക്ട് ചെയ്യാൻ പറ്റിയാലോ, അല്ലേ? അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാൻ പ്രതീക്ഷ. സ്റ്റേ സേഫ്, ബൈ.